ഹായ് ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലെ കോഡ് ഫങ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ റീയൂസ് ചെയ്യാം, പിന്നെ എന്തുകൊണ്ടാണ് അതിനെ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് വിളിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ അഡീഷൻ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത സമയത്ത് കാൽക്കുലേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നത് കണ്ടു, നമുക്ക് റിസൾട്ട് ഇവിടെ വരുന്നതും കണ്ടു. ഓക്കെ, നമ്മുടെ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കറസ്പോണ്ടിങ് റിസൾട്ടും കിട്ടുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് വെച്ചാൽ ഔട്ട്പുട്ട് ഏരിയയിൽ ലാസ്റ്റ് കാൽക്കുലേഷൻ, അതായത് ഏത് മാത്ത് ഓപ്പറേഷൻ ആണ് ഇപ്പോൾ റൺ ചെയ്തിരിക്കുന്നത് കാണിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഫങ്ഷൻസ് അവൈലബിൾ ആണ് ഇവിടെ ഔട്ട്പുട്ട് റിസൾട്ട്. ഓക്കെ, സോ ഇവിടെ നമുക്കെന്ന് വെച്ചാൽ റിസൾട്ട് കാണുമ്പോൾ അതുകൂടെ ടെക്സ്റ്റ് ഫോർമാറ്റായി പ്രീവിയസ് റിസൾട്ട് പ്ലസ് യൂസർ ഇൻപുട്ട് വാല്യൂ എന്ന റിസൾട്ടാണ് ന്യൂ റിസൾട്ട് എന്ന പോലെ കാണിക്കണം. സോ ബേസിക്കലി പ്രീവിയസ് ഇൻപുട്ട് പ്ലസ് പ്രീവിയസ് റിസൾട്ട്, ഇത് പ്രീവിയസ് റിസൾട്ടാണ്. പ്രീവിയസ് റിസൾട്ട് പ്ലസ് യൂസർ ഇൻപുട്ട് വാല്യൂ ഈക്വൽ ടു ന്യൂ വാല്യൂ എന്ന് നമ്മളിവിടെ കാണിക്കണം. ആക്ച്വലി അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് സ്ട്രിങ്ങിലേക്ക് ഡൈനാമിക് വാല്യൂസ് ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്കിവിടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ തൽക്കാലം ഇവിടെ മെൻഷൻ ചെയ്യാം, ബാക്ക് ടിക്ക് കൊടുത്തിട്ട്, എന്നിട്ട് ഇവിടെ ടെംപ്ലേറ്റ് ആയിട്ടുള്ള സ്ട്രിങ് യൂസ് ചെയ്തിട്ട് കറണ്ട് റിസൾട്ട്, പിന്നെ നമ്മൾ എഴുതുന്നത് പ്ലസ്, പിന്നെ നമ്മൾ എഴുതുന്നത് യൂസർ ഇൻപുട്ട് ഡോട്ട് വാല്യൂ നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഒന്ന് സേവ് ചെയ്തിട്ട് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഔട്ട്പുട്ട് പ്രോപ്പർ അല്ലെങ്കിലും സംഭവം ഒരു കാണിക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ടെംപ്ലേറ്ററിൻ്റെ ഉള്ളിൽ നമ്പർ കൊടുത്താലും അത് സ്ട്രിങ് ആയിട്ട് എടുക്കുള്ളൂ ബൈ ഡീഫോൾട്ട്. ഓക്കെ, സോ ഡോളർ ഈ കർലി ബ്രേസസിൻ്റെ ഉള്ളിലത്തെ ഭാഗം ജാവാസ്ക്രിപ്റ്റ് ആക്ച്വൽ വാല്യൂസ് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആയിട്ട് റീപ്ലേസ് ചെയ്യും, പക്ഷേ അത് സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, സോ നമുക്കിവിടെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മളിവിടെ കറണ്ട് റിസൾട്ട് കാണിക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ലൈനിന് ശേഷമാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത്. സോ ബിൽഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ കറണ്ട് റിസൾട്ട് വാല്യൂസ് അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. ആ അപ്ഡേറ്റഡ് വാല്യൂടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പ്രീവിയസ് വാല്യൂയിൽ കാണാൻ പറ്റണം. സോ അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ നമ്മളെന്ന് വെച്ചാൽ ഈ ഡിസ്ക്രിപ്ഷൻ ബിൽഡ് ചെയ്യേണ്ടത് കാൽക്കുലേഷൻ മുമ്പാണ്. സോ ഞാനിവിടെ ഒരു വേരിയബിൾ ആഡ് ചെയ്യാം തൽക്കാലം, കോൺസ്റ്റ് കാൽക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചിട്ടാണ്, കാൽക്ക് DESC ഈക്വൽ ടു, എന്നിട്ട് ഞാനിവിടെ നമുക്കിത് കൊടുക്കാം ബാക്ക് ടിക്കിൽ. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ കോപ്പി ബാക്ക് ടിക്ക് കൊടുത്ത് മാറ്റാം, നമുക്ക് ആവശ്യമില്ല. കാൽക്ക് DESC എന്ന് പറഞ്ഞ് കൊടുത്ത് സേവ് ചെയ്തു. സോ ഇവിടെ നമുക്ക് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യുന്ന മുമ്പ് പ്രീവിയസ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു, അത് കഴിഞ്ഞിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റഡ് വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ അഡീഷൻ റൺ ചെയ്യുന്ന മുമ്പാണ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് കറണ്ട് റിസൾട്ടിൻ്റെ ഓൾഡ് വാല്യൂസ് ആയിരിക്കും നമുക്ക് കാണുന്നത്. ഓക്കെ, സോ നമുക്കിപ്പോൾ സെറ്റ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. ഒന്ന് റീലോഡ് ഇട്ടിട്ട് 1 + 2 ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്. ഇനി 3. ഓക്കെ, +1 + 2 + 3 + 4+. അപ്പോൾ നമുക്ക് മുമ്പത്തെ റിസൾട്ട്, ഇത് നമ്മുടെ മുമ്പത്തെ റിസൾട്ട്, പിന്നെ നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്ത വാല്യൂ അതിൻ്റെ റിസൾട്ട് കാണിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ഓക്കെ,
സോ കാൽക്കുലേഷനൊക്കെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് കോഡ് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മുടെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു ലോജിക്ക് നമ്മൾ രണ്ടിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ, പിന്നെ ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഇവിടെ നമ്മൾ എടുക്കുന്ന ലോജിക്കൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതൊക്കെ നമ്മൾ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്നുവെച്ചാൽ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരേ ലോജിക്കൊക്കെ. സോ അത് നമ്മൾ എന്താ വെച്ചാൽ നമ്മളിതിനെ ഒന്ന് ക്ലീനപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കോഡ്. നാളെ നിങ്ങൾക്ക് ഈ വേരിയബിളിൽ നിന്ന് റീനെയിം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 2 സ്ഥലത്തും ചേഞ്ച് ചെയ്യാൻ നിൽക്കണം. സോ അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നിങ്ങൾ നാളെ ഒരു 10 സ്ഥലത്ത് വേരിയബിൾ യൂസ് ചെയ്യുന്നെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ 10 സ്ഥലത്ത് ചേഞ്ച് ചെയ്യാൻ നിൽക്കണം. സോ അത് പ്രോഗ്രാമേഴ്സ് പറയുന്ന ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ് എന്നുള്ള ഡ്രൈ പ്രിൻസിപ്പിൾ എന്ന് പറയും നമ്മളതിനെ. സോ അതാണ്, അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോഡ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എഴുതുന്നത് വെച്ചാൽ ഇവിടെ എഴുതും കോൺസ്റ്റ് എൻ്റർ ഇൻപുട്ട് ഈക്വൽ ടു, നമുക്കിത് എഴുതാം കോപ്പി. എന്നിട്ട് ഈ എൻ്റർ ഇൻപുട്ട് നമ്മൾ എടുത്തില്ലേ അതെടുത്തിട്ട് ഇവിടെയും കൊടുക്കാം ഇവിടെയും കൊടുക്കുക, സേവ് ചെയ്യാം. സോ നാളെ നിങ്ങൾ യൂസർ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒറ്റ സ്ഥലത്ത് ചേഞ്ച് ചെയ്താൽ മതി. ഈ നിങ്ങൾ ബാക്കിയുള്ള സ്ഥലത്ത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ റെഫറൻസ് ആണ് ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് വായിക്കാനും കുറച്ച് വായിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇത്തിരി ഈസിയാണ് ഈ അപ്രോച്ച്. ഓക്കെ, പക്ഷേ നമുക്കിതിലും കൂടുതൽ നല്ലൊരു ഐഡിയ ഉണ്ടാക്കില്ല. അത് ചെയ്യണമെങ്കിൽ ലോജിക്ക് ഒരു പുതിയ ഫംഗ്ഷനിലേക്ക് മൂവ് ചെയ്തിട്ട് ഇത്രയും കൂടി ബെറ്റർ ആക്കാം നമുക്ക് കോഡ് വേണമെങ്കിൽ. സോ ഞാനൊരു എക്സാമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ ഞാനൊരു പുതിയ ഫംഗ്ഷൻ ആഡ് ചെയ്യണം. ഓക്കെ, ഫംഗ്ഷൻ ഗെറ്റ് വാല്യൂ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ തൽക്കാലം കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ റിട്ടേൺ ചെയ്യുകയാണ്. റിട്ടേൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ പാസ്പോർട്ട് ഡോട്ട് ഇവിടെ യൂസർ ഇൻപുട്ട് ഡോട്ട് വാല്യൂ നമ്മൾ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ വാല്യൂ എവിടെയൊക്കെ എടുക്കേണ്ട ആവശ്യം വരും അവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. അത് കുറച്ചും കൂടിയും ബെറ്ററാണ്. അപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും നമുക്ക് കാര്യങ്ങൾ. ഇപ്പോൾ ഞാനിവിടെ ഈ കോപ്പി ചെയ്തു, എന്നിട്ട് ഞാനിവിടെ പോയിട്ട് ഗെറ്റ് ഇൻപുട്ട് വാല്യൂ, ഇവിടെ ഗെറ്റ് വാല്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യും. സോ ബേസിക്കലി വെച്ചാൽ ഗെറ്റ് വാല്യൂ ഫംഗ്ഷൻ കോൾ ചെയ്ത് ഇങ്ങോട്ട് വരും. ഇവിടെ ചെയ്യുമ്പോൾ യൂസർ ഇൻപുട്ട് ഡോട്ട് വാല്യൂ സ്ട്രിങ് ആണ്, അതിനെ പാസ് ഫ്ലോട്ട് ആക്കിയിട്ട് അതിന് റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്കിവിടെ കിട്ടും. സോ ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കോഡ് റിപ്പീറ്റ് ഉണ്ടാകില്ല, റീഡബിലിറ്റി ഇത്തിരി എളുപ്പമാണ്, മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്, പിന്നെ ഫംഗ്ഷൻ റീയൂസ് ചെയ്യാനും പറ്റും. നമുക്ക് മൾട്ടിപ്പിൾ ബട്ടൺസിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ വെച്ച് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പം വെറുതെ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. ഡിഫൈൻ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഭയങ്കര റീയൂസ് ആണ് നമുക്ക്. സോ അതായത് ഇനി നിങ്ങൾ ബേസിക്കലി ഇപ്പോൾ പറഞ്ഞാൽ സ്മാർട്ടായിട്ട് ആരംഭിച്ചിരിക്കുന്നു പ്രോഗ്രാം എഴുതാനായിട്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് ഗുണം അതാണ് ആക്ച്വലി. പിന്നെ ഒരു ലോജിക്ക് റിപ്പീറ്റഡ്ലി എഴുതാതെ ഒരേ ലോജിക്ക് റിപ്പീറ്റഡ്ലി എഴുതാതെ പിന്നെ ഒരു സിംഗിൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കോഡ് നമുക്ക് എവിടെ വേണമെങ്കിൽ റീയൂസ് ചെയ്യണ്ടോ അവിടെ നമുക്ക് റീയൂസ് ചെയ്യാം. ഓക്കെ, ഇത് തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിലും മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഫംഗ്ഷൻ മോഡുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് റൺ ചെയ്ത് ഒന്ന് വർക്ക് ആവുന്നുണ്ടോ എന്നൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ 1 + 2 നമ്മുടെ കോഡ് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കോഡൊക്കെ കറസ്പോണ്ടിംഗ്ലി വർക്ക് ആവുന്നുണ്ട്. സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ബട്ടൺസ് ഉണ്ട്. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ്റെ ബട്ടൺ ഉണ്ട്. സോ അതൊക്കെ നമ്മൾ പതുക്കെ ഫംഗ്ഷനാലിറ്റി കൊണ്ടുവരണം. സോ അതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫംഗ്ഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആസ് യൂഷ്വൽ എന്തെങ്കിലും ബഗ്സ് കാര്യങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് പിങ് ചെയ്ത് ഞാൻ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.